അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ സൂറത്തു ഫുസ്സിലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ നബിയെ പറയുക, അറഅയ്തും ഇൻ കാന മിൻ ഇൻദില്ലാഹ്, ഈ വൃത്താന്തങ്ങളും ഈ വാർത്തകളും ഈ ഖുർആനും ഈ മഹാനായ പ്രവാചകനും ഈ ഇസ്ലാമും ലോകങ്ങളെ സൃഷ്ടിച്ച അല്ലാഹുവിൽ നിന്നുള്ളതാണെങ്കിൽ സുമ്മ കഫർതും ബിഹി, എന്നിട്ടും നിങ്ങൾ അതിനെ നിഷേധിക്കുകയാണെങ്കിൽ, മൻ അദല്ലു മിമ്മൻ ഹുവ ഫീ ശിഖാഖിൻ ബഈദ്, ഏറ്റവും വ്യക്തമായ വഴികേടിൽ ആരാണ് ഉള്ളത്? വിദൂരമായ വ്യർത്ഥമായ കക്ഷി മാത്സര്യത്തിൽ അകപ്പെട്ടു പോയ ആളുകളേക്കാൾ. കാരണം മരണാനന്തരം ഒരു ജീവിതമില്ല എന്ന് പറയാൻ യാതൊരു ന്യായവുമില്ല. ഈ ലോക ജീവിതം നാം തീരുമാനിച്ചിട്ടുണ്ടായതല്ലെങ്കിൽ പിന്നെ മറ്റൊരു ജീവിതം ഉണ്ടാവുകയില്ല എന്ന് പറയാൻ എന്ത് ന്യായമാണുള്ളത്? നമ്മുടെ ജീവൻ നാം സൃഷ്ടിച്ചതല്ലെങ്കിൽ പിന്നെ നമുക്ക് വീണ്ടും ജീവൻ നൽകപ്പെടും എന്ന് പറയുന്നതിനെ നിരാകരിക്കാൻ എന്ത് ന്യായമാണുള്ളത്? ഈ മഹാപ്രപഞ്ചത്തിലെ ഒരു പുൽക്കൊടിയുടെ പോലും അധികാരം നമ്മുടെ കൈകളിലില്ലെങ്കിൽ പിന്നെ ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അറിയിപ്പ് ലഭിച്ചാൽ അത് ശരിയല്ല എന്ന് പറയാൻ എന്ത് ന്യായമാണ് നമ്മുടെ കൈകളിലുള്ളത്? അതുകൊണ്ടാണ് പ്രവാചകനോട് മനുഷ്യരോട് ചോദിക്കാൻ വേണ്ടി പറയുന്നത്, പ്രവാചകൻ സത്യമാണെങ്കിൽ അല്ലെന്ന് പറയാൻ നിങ്ങളുടെ കൈകളിൽ തെളിവില്ല. മരണാനന്തരം ഒരു ജീവിതമില്ലെന്ന് പറയാൻ നിങ്ങളുടെ കൈകളിൽ തെളിവില്ല. പരിശുദ്ധ ഖുർആൻ ദൈവികമല്ല എന്ന് അതിനെ നിഷേധിക്കാൻ നിങ്ങളുടെ കൈകളിൽ തെളിവില്ല. എന്നിരിക്കെ സുമ്മ കഫർതും ബിഹി, ഈ പറയപ്പെട്ട അടയാളങ്ങളെ, ഈ പറയപ്പെട്ട വസ്തുതകളെ നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ, മൻ അദല്ലു മിമ്മൻ ഹുവ ഫീ ശിഖാഖിൻ ബഈദ്, വിദൂരമായ കക്ഷി മാത്സര്യത്തിലും അതേപോലെ തന്നെ അങ്ങേയറ്റത്തെ ദൗർഭാഗ്യമായ അവസ്ഥയിലും അകപ്പെട്ടവനേക്കാൾ വഴിപിഴച്ചവൻ വേറെ ആരാണുള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി, ചക്രവാളങ്ങളിൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നാം അവർക്ക് കാണിച്ചു കൊടുക്കും. വഫീ അൻഫുസിഹിം, അവരിൽ നിന്നു തന്നെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കും. ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്, പ്രവാചകൻ സത്യമാണ്, അല്ലാഹു സത്യമാണ്, വേദഗ്രന്ഥം സത്യമാണ്, പ്രവാചകൻ പറഞ്ഞിട്ടുള്ള വരാനിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ള അടയാളങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ ചക്രവാളങ്ങളിൽ നാം അവർക്ക് കാണിച്ചു കൊടുക്കും. അവലം യക്ഫി ബിറബ്ബിക അന്നഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അല്ലാഹു എല്ലാറ്റിനും സാക്ഷിയാണ് എന്നത് പ്രവാചകരെ താങ്കൾക്ക് മതിയായതല്ലേ? അല്ലെങ്കിൽ അവർക്ക് മതിയായതല്ലേ? അലാ ഇന്നഹും ഫീ മിരിയത്തിൻ മിൻ ലിഖാഇ റബ്ബിഹിം, എന്നാൽ അറിയുക, അവർ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ സംബന്ധിച്ച് സംശയത്തിലാണ്. അലാ ഇന്നഹു ബികുല്ലി ഷൈഇൻ മുഹീത്ത്, എന്നാൽ അല്ലാഹു എല്ലാറ്റിനെയും വലയം ചെയ്യുന്നവനാകുന്നു എന്ന് നിങ്ങൾ അറിയുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇതെല്ലാം സത്യമാണെങ്കിൽ ഇതിനെ നിരാകരിക്കുന്നവരെ നിങ്ങൾ എന്തു ചെയ്യും? മരണാനന്തരം ഒരു ജീവിതമില്ല എന്ന് നിങ്ങൾ വാദിക്കുന്നു, ശരി. ഇനി അഥവാ പ്രവാചകന്മാർ പറഞ്ഞതുപോലെ മരണാനന്തരം ഒരു ജീവിതമുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? ഒരു മടക്കം പിന്നീട് സാധ്യമല്ലല്ലോ. അതുകൊണ്ട് ബുദ്ധിശൂന്യമായ ആ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടാതിരിക്കൂ. വരാനിരിക്കുന്ന അടയാളങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിഷേധിക്കാൻ വരട്ടെ. അങ്ങനെ ഒരു അടയാളം വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്തു ചെയ്യും? അതിനുള്ള ഏറ്റവും വലിയ തെളിവായിക്കൊണ്ട് അല്ലാഹു പറയുന്നത്, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ചക്രവാളങ്ങളിലും ഈ മഹാപ്രപഞ്ചത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കാണിച്ചു കൊടുക്കുമെന്നാണ്.